എളയാവൂരിൽ മണ്ണിടിഞ്ഞ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദേശീയപാത ഡിസൈനിലെ പിശകാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എളയാവൂരിലെ ദേശീയപാത നിർമ്മാണ മേഖലയിലാണ് സംരക്ഷണ ഭിത്തി തകർന്ന് മണ്ണിടിച്ചിലുണ്ടായത്. സംഭവസ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മണ്ണിടിച്ചിൽ തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയപാത ഡിസൈനിലെ പിശകാണ് മണ്ണിടിയാൻ കാരണമെന്നും ഇക്കാര്യം നിതിൻ ഗഡ്കരി തന്നെ സമ്മതിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. 2023 മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഫലപ്രദമായി ഇടപെട്ടില്ല. പഠനം നടത്തിയാണ് റോഡ് നിർമ്മാണമെന്നാണ് കരാർ കമ്പനിയുടെ അവകാശവാദം. കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്താമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ആവശ്യം. കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി പഠനം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും നാഷണൽ ഹൈവേയുടെ ഡിസൈൻ വിഭാഗത്തിന് കഴിയുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന അനിൽകുമാറുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ നീക്കാമെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ നടപടികൾ നീക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനിയൊരു ദുരന്തം ഇവിടെയെന്നല്ല ഒരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. എളയാവൂരിൽ 3 വർഷം മുൻപ് വൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് വീണ്ടും മണ്ണിടിഞ്ഞത്. കൈരളി ന്യൂസ്, കണ്ണൂർ.